പേര് ഗിരീഷ് കുമാർ. ഇരവിനെല്ലൂർ പുതുപ്പള്ളിയാണ് സ്വദേശം. ഇവിടെ പണി തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. അപ്പോൾ ആ ഒരു വർഷത്തിനടുത്ത് നമ്മൾ ആദ്യം ചെയ്തത് നവകണ്ഠത്തിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ നവകണ്ഠം റിമൂവ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനാണ് ബാക്കിയുള്ള പോർഷനെല്ലാം നഷ്ടപ്പെട്ടതായിട്ടറിഞ്ഞത്. പിന്നീട് നമ്മൾ ആ കഴുക്കോലിൻ്റെ പണികളിലേക്ക് കടക്കുകയും അതിനോടൊപ്പം തന്നെ ചെരിവ് മച്ച്, നവകണ്ഠത്തിനോട് യോജിക്കുന്ന ചെരിവ് മച്ചാണ് നമ്മൾ ആദ്യം പൂർത്തീകരിച്ചത്. അതിലൊന്നാം ഘട്ടത്തിൽ വരുന്ന ഒരു അവയവമാണ് മുഖപ്പെന്ന് പറയുന്നത്. ഈ മുഖപ്പ് ഓരോ ക്ഷേത്രത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും, അതായത് ചെറിയമ്പലം, വലിയമ്പലം, ശ്രീകോവില്, ഇതുപോലുള്ള ഓരോ വിഭാഗങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചുള്ള വലിപ്പങ്ങളും സ്ട്രക്ചറുകളുമാണ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് ബലിക്കപ്പുരയുടെ മുഖപ്പാണിത്. ഇതിൻ്റെ മുൻവശത്ത് നമ്മൾ കാണുന്നത് കഴുക്കോലാണ്. അതായത് ആ മുഖപലക കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് വരുന്നു. ഈ കഴുക്കോലിലുള്ള അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് ജാമുഖം വരും, പിന്നെ ലതകൾ, അതാണ് അതിനകത്തെ കഴുക്കോലിൻ്റെ അലങ്കാരങ്ങളെന്ന് പറയുന്നത്. അതിനുശേഷം മുന്നോട്ട് ഇതിൻ്റെ ബാക്കിയുള്ള അവയവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടക്കാല്, മണ്ടിപ്പലക, പോതിയ, ഉത്തരം, അതുപോലെ മകരത്തലയോട് കൂടിയ ചുറ്റുത്തരം, ഇങ്ങനെയുള്ള ഒരുപാട് വിവിധ വിഷയങ്ങൾ ഇതിനകത്ത് വരും. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാരമ്പര്യമായിട്ട് അതിൻ്റെ ആ ഒരു തനിമയോ ശാസ്ത്രീയതയോ നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും. അപ്പം അതിനകത്ത് നമുക്ക് മാറ്റി ചെയ്യാനായിട്ടുള്ളൊരു അനുവാദം നമുക്കില്ല, പണ്ട് മുതലേ ഇല്ല. നമ്മളുടേതായിട്ടുള്ള പ്രത്യേകിച്ച് വലിയ സംഗതികളൊന്നും നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. പണ്ട് പൂർവികരെന്താണോ ചെയ്തു വന്നിരിക്കുന്നത് അതിൻ്റെ നിയമം തെറ്റാത്ത രീതിയിൽ ആ സംഗതി ചെയ്തു. ദ്വാരപാലകർ, ശംഖപാണിയും ചക്രപാണിയും, 2 ദ്വാരപാലകർ, പിന്നെ വൈഷ്ണവമൂർത്തി നടുക്ക്. അത് ശിവക്ഷേത്രങ്ങളിലെല്ലാം വൈഷ്ണവമൂർത്തിയെ മുൻവശത്തോ പൃഷ്ഠഭാഗത്തോ ചെയ്യാറുണ്ട്. അതൊരു നിയമമാണ്. പിന്നെ 2 ദിക്കുകളിലേക്കുള്ള പഞ്ചരങ്ങൾ, അതിന് ബാലപഞ്ചരങ്ങളുണ്ട്, മഹാപഞ്ചരങ്ങളുണ്ട്. ഈ മഹാപഞ്ചരങ്ങൾക്കാണ് നാസിക വ്യത്യാസങ്ങൾ വരുന്നത്. നാസിക എന്ന് പറയുന്നത് ആ ശിരസ് മാത്രം കൊടുത്തിരിക്കുന്ന ആ വിഭാഗമാണ് നാസിക. പിന്നെ ഘനദ്വാരത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്ന ഘനദ്വാരത്തിൻ്റെ മേൽവശത്തായിട്ട് വരുന്നത് ലതകളോടുകൂടി, അത് മകരി മുഖത്തു നിന്നും പോകുന്ന ലതകളോട് കൂടിയ ശക്തിധ്വജം, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മേളിലേക്ക് വ്യാളി മുഖവും ശിവലിംഗം, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത ഒരു വിഷയം. അത് മാത്രമേ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ നമ്മളുടെ ആ ഒരു സങ്കല്പത്തിനനുസരിച്ച് ചെയ്തിട്ടുള്ള ഒരു സംഗതിയുള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ ശാസ്ത്രീയമായ വിഷയത്തിലൂടെ തന്നെ പോയിരിക്കുന്ന സംഗതി. ഇതിൻ്റെ കാർവിങ്ങിനെ, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ അലങ്കാരങ്ങളെ പൂർണ്ണമായിട്ടും കാഴ്ചയ്ക്ക് അനുയോജ്യമാകത്തക്ക രീതിയിൽ 2 ദിക്കുകളിലേക്കും അകത്തിയിട്ടുകൊണ്ടാണ് പഴയ കാലത്തും ആൾക്കാർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ നിയമം തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പുറകോട്ട് മാറ്റി 2 ദിക്കുകളിലേക്ക് മാറ്റി അകത്തിയിട്ടുകൊണ്ടാണ് ഈ പൂർണ്ണമായിട്ട് വർക്ക് മറയാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ മുഖപ്പ് പൂർത്തീകരിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതൊരു വെല്ലുവിളിയായിരുന്നു ശരിക്കും. ഇത് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രൂപങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷെ പഞ്ചരങ്ങളുടെ വ്യവസ്ഥ കൊണ്ടുപോകുന്ന 2 സൈഡിലുള്ള ഈ ക്ഷേത്രങ്ങളുടെ മാതൃക പോലെ ചെയ്തിരിക്കുന്ന പഞ്ചരങ്ങൾ കൊണ്ടുപോകുക എന്നുള്ള, ഇത് കൂടുതലും പഞ്ചരങ്ങൾ ചെയ്യുന്നത് കാൽപ്പൊക്കം, അതായത് ഭിത്തിപ്പൊക്കം കൂടി വരുന്ന ക്ഷേത്രങ്ങൾക്ക് പഞ്ചരങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാറുണ്ട്. കാര്യം ആ ഭിത്തിയുടെ ബലത്തിന് വേണ്ടിയിട്ടും മറ്റുമായിട്ട് ഒരു അലങ്കാരം എന്നുള്ള രീതിയിലും ഇത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാനായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. ഇപ്പം വളരെ സന്തോഷമാണ്. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. നമ്മളൊക്കെ ചെയ്യുന്ന ജോലിക്കൊരു അംഗീകാരം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അല്ലേ അത് സന്തോഷിക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്കിനുള്ള ഒരു നമുക്കെല്ലാവർക്കും തോന്നുമല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് ഒപ്പം എൻ്റെ ശില്പകലയിൽ എന്നെ സഹായിക്കാനായിട്ടുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണനാണ്, അരയങ്കാവ് സ്വദേശിയാണ്. ഇദ്ദേഹമായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ചേട്ടനുണ്ട് ഹരിദാസ്, പിന്നെ അനീഷ്. അങ്ങനെ ഒരു വലിയൊരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു ഞങ്ങളുടെ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. അത് വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഒരു ആചരിച്ച് പോരുന്നത് പോലെയുള്ള ഒരു വ്യവസ്ഥയാണ്. ആർക്കും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ല. എല്ലാവരും അത്യാവശ്യ ക്ഷേത്ര വിഷയങ്ങളുമായിട്ട് നല്ല കണക്ഷനുള്ള ആൾക്കാർ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന വർക്കിനകത്തും മൂല്യം കാണും എന്ന് വിശ്വസിക്കുന്നു.